ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സരുൺ ഏജസ് കൂടി ചെയ്യുന്നു. സരുൺ, പ്രത്യക്ഷത്തിൽ ഇറാൻ, ഇറാഖ്, അമേരിക്ക, സൈപ്രസ്, ഇറാഖ്, പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കം ഒരു 10ഓളം രാജ്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന്റെ ഭൂമുഖത്തുള്ളത്. അതിന്റെ പരോക്ഷ എൻഡിൽ അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് അർജുൻ പീതാംബരൻ തൊട്ടുമുമ്പ് നമുക്ക് നൽകിയ വ്യോമഗതാഗതം താറുമാറാകുന്ന വാർത്തകൾ. പലപ്പോഴും പല ജോലികൾക്കായും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന യാത്രകൾ മുടങ്ങേണ്ടി വരുന്നു. അതൊരു ഭാഗത്ത്. അതിനുമപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഏറ്റവും അടക്കം ഇന്ത്യയുടെ സെൻസെക്സും നിഫ്റ്റിയും എടുത്ത് പരിശോധിച്ചാൽ പോലും അങ്ങേയറ്റം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു വ്യാപാരമായൊരു പ്രശ്നം, വ്യാപാര വ്യവസായ മേഖല കനത്ത പ്രഹരം ഏൽപ്പിക്കും, ബിസിനസ്സുകൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആഗോളമായ പ്രത്യാഘാതങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ, യുദ്ധം തുടങ്ങി 48 മണിക്കൂറുകൾ കഴിയുന്നു, ഒരു വർക്കിംഗ് ഡേ എന്ന രീതിയിൽ ഇത് ആദ്യത്തെ ദിവസമാണ്. ആ ദിവസത്തിൽ തന്നെ ഇതിന്റെ എക്കണോമിക്കൽ കോൺസിക്വൻസ് എത്രത്തോളം വലുതായിരിക്കുമെന്നതിന്റെ നേർസാക്ഷി നമ്മൾ ഇപ്പോൾ കാണുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നു. ഇനിയും ഇത് തുടർന്നു പോയാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കൊക്കെ നിർണായകമായ സ്ട്രാറ്റജിക് പോയിന്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാലും ധൈര്യമുണ്ടെങ്കിൽ അതിലൂടെ പോയി കാണിക്കുന്ന ഒരു മറുവാക്കുകൂടി ഇറാന്റെ പിന്നിൽ ഇതിലുണ്ട്. അതായത് ഇത്തരത്തിൽ ഇറാൻ ഇതിൽ ആക്രമണം തുടർന്നാൽ അതുവഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ മടിക്കുക. അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്ലോബൽ ടെൻഷൻ കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയോ ഇസ്രായേലോ ഈ പറയുന്ന ഭരണമാറ്റം ഉണ്ടാകാതെ പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുന്ന ഇറാൻ മറുപടി നൽകുന്നു. അമേരിക്കയുമായി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, അമേരിക്കയുമായി സംസാരിക്കാൻ തയ്യാറല്ല. വേണമെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട് സമാധാനം പുലർത്താം. അതായത് ഒരിക്കലും ഇറാൻ അമേരിക്ക പീസ് ഡീലിന് ഇറാനും തയ്യാറാകില്ല, അമേരിക്കയും തയ്യാറാകില്ല. ഈ യുദ്ധം എവിടെ അവസാനിക്കും, എങ്ങനെ അവസാനിപ്പിക്കാനാകുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. സുഹൈൽ, ഈ യുദ്ധം 4 മുതൽ 5 ആഴ്ചകൾ വരെ നീണ്ടേക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇറാനിലെ സമാന്തര സേന അല്ലെങ്കിൽ യുദ്ധസേന എന്ന് പറയുന്ന IRGCയുടെ നിലപാട് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ശനിയാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ IRGC സൈനികരോട് നിങ്ങൾ കീഴടങ്ങും, നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ഇമ്മ്യൂണിറ്റിയും ഞങ്ങൾ തരാം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഇറാൻ പരമോന്നത നേതാവിനോടും പരമോന്നത നേതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സേനയാണ്, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സേനയാണ് IRGC. അത് ഈ മതപ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു സേന കൂടിയാണ്. ഇറാന്റെ വിപ്ലവ സേന എന്നാണ് അറിയപ്പെടുന്നത്. ആ സേന പരമോന്നത നേതാവിനോടാണ് അവർക്ക് ഏറ്റവും വലിയ കൂറുള്ളത്. അതിനാൽ തന്നെയും അവർ ആയുധം വെച്ച് കീഴടങ്ങും എന്ന് ഒരിക്കലും കരുതാൻ സാധിക്കുകയില്ല. അതിനപ്പുറം ഈ IRGC ആണ് ഈ ഇറാനിൽ, ലെബനനിലെ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ യമനിലെ ഹൂതികളെയും നിയന്ത്രിക്കുന്നത്. അവർക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ മുഴുവൻ നിയന്ത്രണവും ഈ IRGCയുടെ കയ്യിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ലെബനനിലടക്കം ഈ യുദ്ധത്തിന്റെ വ്യാപ്തി അങ്ങോട്ട് മാറിയിരിക്കുന്നു. അതിനാൽ തന്നെയും IRGC ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അവർ വ്യക്തമാക്കുകയാണ്. അതാണ് ഇപ്പോഴും ഇറാൻ ഈ ചുറ്റുമുള്ള രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ആക്രമിക്കുന്നത് ഇപ്പോഴും തുടരുന്നത്. IRGC ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. IRGC തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനാൽ തന്നെയും ഇതിനെ ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, അമേരിക്ക പൊതുവെ പുലർത്തുന്ന ഒരു അധിനിവേശത്തിന്റെ ഏകാധിപത്യത്തിന്റെ സ്വരം ഇങ്ങനെയാണ്. അതായത് രാജ്യത്ത് ചെന്നിട്ട് അവിടെയുള്ള പ്രതിപക്ഷം കൊണ്ട് ഭരണപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിലേറും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഭരണകർത്താവിന്റെ തന്നെ അനുയായി നിൽക്കുന്ന ആളെ അമേരിക്കയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഏറ്റവും ഒടുക്കം വെനസ്വേലയിൽ കണ്ടത്, മഡൂറെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം മഡൂറുമായി ഏറ്റവും അടുത്ത് നിന്ന് ഡെൽസി റോഡ്രിഗസിനെ പ്രസിഡന്റായി നിയമിച്ച് അമേരിക്ക വിധേയപ്പെട്ട രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അമേരിക്ക പറ്റുന്ന രീതിയിൽ എണ്ണെടുക്കാൻ ഭാഗത്ത് ഡീലൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ ഇറാനിൽ അത്തരത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ അമേരിക്ക സാധ്യമാകില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, തിയോക്രാറ്റിക് ഹെഡ് കൂടിയാണ്. അവിടെയുള്ള ഷിയ സെക്ടറിലുള്ള ഷിയ മനുഷ്യർ അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിംസ് അവരുടെ ആത്മീയ നേതാവായി കാണുന്ന ഖമനയെ കൊലപ്പെടുത്തുമ്പോൾ, ഖമനയെ ഇല്ലാതാക്കുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോൾഡാറ്റ് കൂടി ഉണ്ടാകുന്നു. പകരം വീട്ടണം, പക വീട്ടണം എന്നൊരു തോന്നൽ അവിടുത്തെ ഓരോ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ തോന്നലിനെ അല്ലെങ്കിൽ ആ ജനതയുടെ ആവശ്യത്തെ അത് അതേപോലെ പ്രതിഫലിപ്പിക്കേണ്ടത് ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി മാറുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ വെനസ്വേലയിൽ കണ്ടതുപോലെയുള്ള എളുപ്പമുള്ളൊരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ പറയുന്ന അട്ടിമറിയൊന്നും ഇറാൻ സാധ്യമാകില്ല എന്ന കാര്യം അമേരിക്കയ്ക്ക് തുടക്കത്തിൽ അറിയാവുന്ന കാര്യമായിരിക്കില്ല സോരൻ. സുഹൈൽ, വെനസ്വേലയിൽ ഭരണ അട്ടിമറിയും അതുപോലെ തന്നെ ഭരണമാറ്റവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായിരുന്നു. അതിന് മാസങ്ങൾക്ക് മുമ്പേ അവർ ഒരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ഈ മദൂറോയെ അട്ടിമറിച്ചതും പിന്നീട് അവിടെ പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരുന്നതും അമേരിക്കയ്ക്ക് താരതമ്യേന എളുപ്പമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇറാനിൽ അത് സാധിക്കില്ല. കാരണം സുഹൈൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട
രാജ്യമാണ് ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഈ മതമേധാവിത്വത്തെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ആ ഭരണമാറ്റം വേണമെന്ന് ഉടനെ ആവശ്യപ്പെടാൻ സാധ്യതയില്ല. കാരണം അവരുടെ പരമോന്നത നേതാവിനെയാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ട് വധിച്ചത്. അതിനാൽ തന്നെയും ഈ ഇറാനിലെ ഭരണമാറ്റം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഏറെ ദുഷ്കരമാകും എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇറാനിൽ ഭരിക്കുന്നത് അവിടെ മോഡറേറ്റ്സുകളാണ്, അതായത് റിഫോമിസ്റ്റുകളാണ്, പരിഷ്കരണവാദികളാണ്. എങ്കിൽ പോലും അവരെ പോലും അമേരിക്കയ്ക്ക് വിലക്കെടുക്കാൻ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് വേണം വ്യക്തമാകാൻ. കാരണം ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പരിഷ്കരണവാദിയും റിഫോമിസ്റ്റുമായ ആളാണ്. അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ സയ്യിദ് അബ്ബാസ് അരാക്ചി, അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നെഗോഷിയേറ്ററാണ്, മികച്ച നയതന്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ഇവരൊക്കെ തന്നെയും ഇറാൻ തിരിച്ചടിക്കും, അതുപോലെ തന്നെ യാതൊരു ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനാൽ തന്നെയും അമേരിക്കയ്ക്ക് അവിടെ ഒരു ഇറാന്റെ ഭരണ നേതൃത്വത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷത്തെ കയ്യിലെടുത്തുകൊണ്ടോ ഒരു ഭരണമാറ്റത്തിനോ ഭരണ അട്ടിമറിക്കോ അത് എളുപ്പം സാധ്യമാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ വ്യക്തമായത്. 4-5 ആഴ്ചകൾ കൊണ്ടേ ഈ സൈനിക നടപടി പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് മടങ്ങാമെന്ന് ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും കരുതിയിട്ടില്ല. അവർ ഈ സൈനിക നടപടി, ആഴ്ചകളോളം നീളുന്ന സൈനിക നടപടിയിൽ എന്താ വേണ്ടിവരും എന്ന് ഉറപ്പിച്ചാണ് ഈ ഇറാന്റെ ചുറ്റും എത്തിയത്. 40,000-ഓളം അമേരിക്കൻ സൈനികരാണ് ഈ ഇറാന് ചുറ്റും താവളമടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളും ഇവിടേക്ക് എത്തിയിരുന്നു. പെട്ടെന്ന് ഒന്നും അവസാനിപ്പിച്ച് മടങ്ങുന്നില്ല എന്ന സൂചന തന്നെയായിരുന്നു അന്ന് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാൽ തന്നെയും ഇനിയും ഈ നടപടികൾ നീളും. ആര് ഈ ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഈ സമാധാനത്തിനോ മധ്യസ്ഥം വഹിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഐക്യരാഷ്ട്ര സംഘടനയോ അല്ലെങ്കിൽ GCCക്കോ ഒക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഇതിന്റെ വ്യാപ്തി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെയും ഇനിയും ഈ രക്തച്ചൊരിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.